ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാമല്ലോ, ശിവരാത്രി. എല്ലാവർക്കും ശിവരാത്രി ദിന ആശംസകൾ. എല്ലാവരും ഇന്നത്തെ ദിവസം കഴിയുന്നതും ശിവപഞ്ചാക്ഷരി ജപിക്കാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് റീഡിങ്ങിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ? 6 ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. 6 ഓഫ് കപ്സ്. അടുത്തടുത്ത് വേൾഡ് ആണ്. വളരെ നല്ല എനർജിയാണ്. നൈറ്റ് ഓഫ് സോർഡ്സ്. Ten of Cups. Five of Cups. Eight of Cups. Page of Swords. The Empress. Nine of Pentacles. The Chariot. വളരെ സൂപ്പർ പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇല്ല, ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കണ്ടോ, നിങ്ങളിലേക്ക് സാമ്പത്തികം വരാതിരിക്കില്ല. ആർക്കൊക്കെയോ സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പെൻറ്റക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ്. അതുപോലെ തന്നെ 6 ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്നേഹബന്ധത്തിന് ഒരു മാറ്റം വന്നിരിക്കുന്നു. നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സ്നേഹമായിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കാം. ഇമോഷൻസ് ധാരാളമായിട്ട് നിങ്ങളിലേക്ക് ഒരുപാട് നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ പാർട്ട്ണർ തിരിച്ചു വരാം. അതല്ല എങ്കിൽ ചില ബാല്യകാല സുഹൃത്തുക്കൾ, നിങ്ങളോടൊപ്പം പഠിച്ച ചില കൂട്ടുകാരുണ്ടല്ലോ, അവരൊക്കെ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുക. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജി ഉണ്ട്. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യവുമായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. കാരണം ഇവിടെ ഒരു മാറ്റം സംഭവിക്കുകയാണ്. നിങ്ങളുടെ ആ സ്നേഹബന്ധത്തിന് അല്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങൾക്ക് ഒരു മാറ്റം ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇത് വേൾഡാണ് പിന്നീട് വന്നിരിക്കുന്നത്. എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ തുടക്കം വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും എൻഡായി പോകുന്നുണ്ട്. എൻഡായി പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാവാം, ചിലപ്പോൾ ചില കാര്യങ്ങൾ, ചില ജോലിക്കാര്യങ്ങളാവാം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടെന്ന് വയ്ക്കാം. ടോക്സിക് ആയിട്ടുള്ള ഇവിടെ അതുപോലെ തന്നെ 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. ടോക്സിക് ആയിട്ടുള്ള ചില ബന്ധങ്ങളെ അല്ലെങ്കിൽ ചില കാര്യങ്ങളെ ഒക്കെയും നിങ്ങൾ, ചില വ്യക്തികളെ, ചില സാഹചര്യങ്ങളെ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഉപേക്ഷിക്കാനുള്ള സമയമായിരിക്കുന്നു. അത് പലരും ഉപേക്ഷിച്ച് മുന്നോട്ട് വരുന്ന എനർജിയാണ്. അങ്ങനെ അത് ഇവിടെ ഉപേക്ഷിക്കുമ്പോൾ തന്നെയും എന്താണ്, സ്പിരിച്വൽ കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ആത്മീയപരമായ ഒരു എനർജി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉണർവ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലെ നെഗറ്റീവ് എനർജി ഒരുപാട് റിമൂവ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ സമയം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു സമയം, ശിവരാത്രി ശിവഭഗവാന്റെ അനുഗ്രഹങ്ങൾ കൂടെ ആവുമ്പോൾ നിങ്ങളിലേക്ക് ഒരു പുതിയ ഉണർവ് തീർച്ചയായിട്ടും വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് പഴയ ചിന്തകളെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നു. പഴയ ചിന്തകളെ എന്ന് മാത്രമല്ല, ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ദ വേൾഡ് പറയുന്നത് എന്താണ്? ഒരുപാട് സന്തോഷത്തിലേക്ക് വരാൻ, സന്തോഷകരമായ അവസ്ഥകളിലേക്ക് നീങ്ങാനുള്ള ആ ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് ഏത് കാര്യത്തിലായാലും, സാമ്പത്തികപരമായാലും, ജോലിക്കാര്യങ്ങളിലായാലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും, ചില ആവേശത്തോടു കൂടി ചില നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങളിലായാലും നിങ്ങൾക്കിപ്പോൾ നല്ല ഒരു ഉണർവ് വരുന്നുണ്ട്. നല്ല ഒരു പുതിയ തുടക്കം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു എന്നാണ് അത് കാണുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എല്ലാ എനർജീസും ഇവിടെയുണ്ട്. പെന്റക്കിളിൻ്റെ ഉണ്ട്, അതുപോലെ കപ്പ് വാട്ടർ സൈനുണ്ട്, അതുപോലെ എയർ സൈനുണ്ട്, ഫയർ സൈൻ, എല്ലാ എനർജീസും ഇവിടെ കാണുന്നുണ്ട്. എർത്ത് സൈൻ വരെ ഉണ്ട്. എല്ലാ എനർജീസും ഇവിടെ വേൾഡിൽ ഉണ്ട്. അതെല്ലാവരുടെയും എനർജിയാണ്. നിങ്ങൾ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ എനർജി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോർട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അതിനൊരു റിപ്ലൈ വരുന്നു, അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് വേണ്ടി നോക്കിയിരിക്കുക, അല്ല എങ്കിൽ ചില മെസ്സേജസിന് വേണ്ടി, അല്ല എങ്കിൽ ചില സാഹചര്യത്തിന് വേണ്ടി ഒക്കെ നോക്കിയിരിക്കുക. അത് വളരെയധികം സ്പീഡിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. സോഡ് എയർ സൈനാണ് ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ അങ്ങനെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകാനായിട്ട്, വിദേശങ്ങളിലെങ്ങാനും പോകാൻ, കാരണം ഇവിടെ വേൾഡ് വന്നിട്ടുണ്ട്, നിങ്ങൾ വിദേശങ്ങളിലെങ്ങാനും പോകാനായിട്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ, അതിനൊരു സ്റ്റാർട്ടിങ് നിങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ടോ, അതിനൊക്കെയും നിങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരാറായിട്ടുണ്ട്, അതിനുള്ള സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ. കുടുംബസഹിതം ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന എനർജി. ഇവിടെ പിരിഞ്ഞിരിക്കുന്നവരുണ്ടാവാം, പിരിഞ്ഞിരിക്കുന്ന പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജി ഉണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലി സഹിതം നിങ്ങൾക്ക് കുട്ടികളടക്കം ഒന്നിച്ച് ഒരു നല്ല കുടുംബത്തിലേക്ക് പോകാനും, അല്ലെങ്കിൽ കുടുംബപരമായി ഒരുപാട് സന്തോഷം അനുഭവിക്കാനുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ തീർച്ചയായിട്ടും കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം കണക്ഷനുമായിട്ട് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റാർട്ടിങ് ചിലപ്പോൾ ഇവിടെ നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ ഇരിക്കുന്നവർ വേണമെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. സന്തോഷകരമായ ഒരു ഫാമിലിയിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സമ്പൂർണത, സന്തോഷത്തിൻ്റെ ഒരു സമ്പൂർണത അനുഭവിക്കാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ സാക്ഷാത്കാരം നടക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സമ്പൂർണത എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സന്തോഷത്തിൻ്റെതായ അലയടികൾ വീട്ടിൽ നിറയുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് ഇവിടെ നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു. അത് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴെന്താണ്? നിങ്ങളിൽ നിന്നും ആരോ ഇവിടെ പിരിഞ്ഞു പോയിട്ടുണ്ടാവും, നിങ്ങൾ ഒറ്റയായി എന്നുള്ള ഒരു ചിന്ത. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സ്നേഹമില്ല, നിങ്ങളോട് ആരും സ്നേഹം കാണിക്കുന്നില്ല എന്നുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് ഇവിടെ. തീർച്ചയായിട്ടും ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ കുറച്ച് നെഗറ്റീവ് അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു നെഗറ്റിവിറ്റിയെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ സാധിക്കുന്നു. കാരണം എന്താണ്? തീർച്ചയായിട്ടും ഇവിടെ ചാരിയട്ട് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വിക്ടറി ആൻഡ് സക്സസിൻ്റെ എനർജിയാണ് ചാരിയട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വാഹനം പുതിയതായിട്ട് വാങ്ങിക്കാനോ, അല്ലെങ്കിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രമാത്രം നല്ലൊരു സക്സസ്സിലേക്കാണ് നിങ്ങൾ ഇവിടെ കടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വാഹനം വാങ്ങിക്കാനും വാഹനത്തിൻ്റെ ലൈസൻസ് എടുക്കാനും എന്തൊക്കെയോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ശിവഭക്തരെ, വിഷ്ണുഭക്തരെ ഒക്കെയും ഒരുപാട് ദൈവത്തോട് കൂടുതലായിട്ട് അടുത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായി? ആ ഒരു ശക്തി കൊണ്ട് തന്നെ, ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ കൂടുതലായിട്ട് കൈവരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നിങ്ങളുടെ ലക്ഷ്യത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുന്നു. ആ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും.
ദൈവാനുഗ്രഹം കൂടിയാവുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആ വിക്ടറി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. സക്സസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. കണ്ടില്ലേ, ഇവിടെ എന്താണ്, ഒരു കടിഞ്ഞാൺ പോലും ഇല്ലാതെ ഒരു കുതിര വണ്ടിയെ ഓടിക്കുന്ന എനർജിയാണ് ഇവിടെ. അതുപോലെ നിങ്ങൾക്ക് ശക്തി ആർജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. കൂടുതൽ സ്ട്രെങ്ത് കൈവരിക്കാൻ സാധിക്കും. ഇന്നത്തെ ദിവസം ഈ ചാരിയട്ട് എന്ന് പറയുന്ന ഒരു കാർഡ് വളരെയധികം പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്കിവിടെ ഫലത്തെ തരുന്നത്. നിങ്ങളിൽ ഒരുപാട് പേർ ശൈവഭക്തരാവാം, ശിവഭക്തർ ആവാം, അല്ലെങ്കിൽ വിഷ്ണുഭക്തരും ആവാം. അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 9 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സാക്ഷാത്കാരമാണ്. കണ്ടില്ലേ, സമ്പത്തിൻ്റെതായ സാക്ഷാത്കാരം. ചിലപ്പോൾ എവിടെ നിന്നെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇന്ന് സമ്പത്ത് ലഭിക്കാനുള്ള എനർജി ഉണ്ട്. ചിലപ്പോൾ വീട് വാങ്ങിക്കാനും എനർജി ഉണ്ട്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പോൾ ഇവിടെ ഭൂമിപരമായ കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് സാമ്പത്തികം ചെലവഴിക്കുന്നതും അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഇൻകം ലഭിക്കുന്നതും ഒക്കെയും ഇവിടെ കാണുന്നുണ്ട്. ഇതുപോലെ വീട് വാങ്ങിക്കാനും വാഹനം വാങ്ങിക്കാനും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ആഗ്രഹ സഫലീകരണം നടക്കുന്നു എന്നുള്ളതാണ്. പലരും അതിനായിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. അതിലൂടെ നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പ്രോസ്പെറിറ്റി, അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് ധാരാളമായി വരുന്ന ദിവസമാണ് ഇന്ന് എന്ന് കാണുന്നു. അതുവഴി സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന എംപ്രസിൻ്റെ എനർജിയാണ്. കണ്ടില്ലേ, എല്ലാവരും നിങ്ങളോട് സ്നേഹമായിട്ടും എല്ലാവരും വളരെ പോസിറ്റീവ് എനർജിയോടുകൂടി സംസാരിക്കുന്നു. നിങ്ങൾക്കതുപോലെ മറ്റുള്ളവരോട് പോസിറ്റീവ് എനർജിയായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫാമിലി സഹിതം കൂടുതലായിട്ട് സന്തോഷിക്കാൻ സാധിക്കുന്നു. ഇവിടെ കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് കുട്ടികളുടെ ജനനം, അതുപോലെ തന്നെ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന എനർജി, അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലായാലും ചില ജോലിക്കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഈ ഒരു പദവി അലങ്കരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്നു. അതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് കുറച്ചൊരു നല്ല പദവിയിലേക്ക് ഉയരാൻ സാധിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങൾക്കൊരു വില തരുന്നുണ്ട്, വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. നിങ്ങളൊരു ലക്കി സ്റ്റാറാണ്, അല്ലെങ്കിൽ ലക്കി അങ്ങനെ എന്താണ് ലക്കി ചാമാണ്, മനസ്സിലായോ? ഇങ്ങനെയൊക്കെയുള്ള ചില പദങ്ങളിലൂടെ നിങ്ങളെ വിശേഷിപ്പിക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സാമ്പത്തികത്തിനേക്കാളും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഭാഗ്യമുണ്ടെങ്കിൽ മറ്റെന്തും നിങ്ങളിലേക്ക് വരാതിരിക്കില്ല. കാരണം എന്താണ് നമ്മൾ പറയുമല്ലേ എന്താണ്, ഭാഗ്യവന്തം പ്രസൂയേഥാമാ ശൂരം മാച്ച പണ്ഡിതം എന്ന്. പണ്ഡിതനാണോ ശൂരനാണോ എന്തായാലും ഭാഗ്യമുള്ളവനെയാണ് ലോകം ആദരിക്കുന്നത്. ഭാഗ്യമുള്ളവനാണ് എപ്പോഴും വിജയം കൊയ്തുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്കൊരു ഭാഗ്യം വരുന്നു, ഭാഗ്യത്തിൻ്റെതായ സമയം നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏതൊരു കാര്യത്തിലായാലും. എംപ്രസ് എന്ന് പറയുമ്പോൾ ഇവിടെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹങ്ങളിൽ 3ാമതായി വരുന്ന ഗ്രഹമാണ്. അപ്പോൾ ആ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് ഇവിടെ കൂടുതലായിട്ട് വരുന്നത് എന്നാണ് കാണുന്നത്. അതുതന്നെ സൗഭാഗ്യങ്ങളെ തരുന്നതാണ്. സൗഭാഗ്യം എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സൗഭാഗ്യം വരുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് ഭാഗ്യമുള്ള ഒരു സമയമാണ്. അതാണ് ഈ സൗഭാഗ്യം എന്ന് പറയുന്നത്, മനസ്സിലായോ? ഏതൊരവസ്ഥയിലായാലും നിങ്ങൾക്ക് ലക്കെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ, അവിടെ നിങ്ങൾക്ക് എല്ലാത്തിനെയും മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റെന്തുണ്ടെങ്കിലും ഭാഗ്യമുള്ളവരാണ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. എല്ലാം ലഭിക്കാൻ വേണ്ടി ഒരു ഭാഗ്യം ഉണ്ടാകണം എന്ന് നമ്മൾ പറയാറില്ലേ, എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു. അങ്ങനെ നീങ്ങുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പേജ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. കാരണം എന്താണ്, പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അവിടെ ഞാൻ മുന്നോട്ട് ആക്ഷൻ എടുത്ത് എനിക്ക് മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ചില എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നല്ല ചെറുപ്പത്തിൻ്റെതായ എനർജി, കറേജ്, കൂടുതലായിട്ട് കറേജ് സംഭരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തും വന്നോട്ടെ, എൻ്റെ ചുറ്റിലും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ വിചാരിക്കുന്നത് എനിക്ക് നേടിയെടുക്കണം എന്ന് തന്നെ വിചാരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട്. എന്നിരുന്നാലും അവിടെ എന്താണ്, അവിടെ മടിപിടിച്ചിരിക്കുകയല്ല വേണ്ടത്.
മുന്നോട്ട് വരാൻ തയ്യാറാവണം. എന്തിനെ നേടിയെടുക്കാൻ ഫൈറ്റ് ചെയ്യണം, മനസ്സിലായോ? സമരം ചെയ്ത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് വേണം, യുദ്ധം ചെയ്ത് നേടിയെടുക്കാനുള്ള ആ ഒരു മനസ്ഥിതി ഉണ്ടാവണം. വെറുതെ ഒന്നും ലഭിക്കില്ല. യുദ്ധം ചെയ്യേണ്ടടുത്ത്, ഫൈറ്റ് ചെയ്യേണ്ടടുത്ത് ഫൈറ്റ് ചെയ്യുക തന്നെ വേണം, മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിലൊരു പോരാളി ഉണ്ട്, യുദ്ധം ചെയ്യാൻ കഴിവുള്ള ഒരു ആൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ആളിനെ പുറത്ത് കൊണ്ടുവരിക, നിങ്ങൾ യുദ്ധം ചെയ്ത് നേടിയെടുക്കുക. ചില വിജയങ്ങൾ അങ്ങനെയാണ് നിങ്ങളിലേക്ക് വരുന്നത്, അല്ലാതെ വെറുതെ ഒന്നും നിങ്ങളിലേക്ക് വരുത്തില്ല. നിങ്ങൾ നേടിയെടുക്കണം, അലസത കളയണം, മനസ്സിലായോ? സന്തോഷത്തെ നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തണം. ആരും സന്തോഷത്തെ കൊണ്ടുതരില്ല, മനസ്സിലാക്കണം അത്. ദുഃഖത്തെ തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, പക്ഷെ സന്തോഷം തരാൻ ആരും കാണില്ല, മനസ്സിലായോ? സാമ്പത്തികമൊക്കെ ഉണ്ട് എങ്കിൽ, കയ്യിലുള്ളപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് അടുത്തിരിക്കും. ഇല്ല എന്ന് കാണുമ്പോൾ എന്താണ്, അറിയാത്ത ഭാവത്തിൽ പലരും കടന്നു പോകും. അപ്പോൾ ആ ഒരവസ്ഥ വരാൻ പാടില്ല. നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ എന്ത് ക്രിയേറ്റീവ് പവറാണോ നിങ്ങളിലുള്ളത് അതിനെ നിങ്ങൾ കണ്ടെത്തി മുന്നോട്ട് വരണം. ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കാൻ ശ്രമിക്കണം. പല കാര്യങ്ങളും വിജയം നേടിയെടുക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് മൂണോളജിയാണ്, മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ഒന്ന് നോക്കാം. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ആക്ഷൻ. ഇവിടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സമയമായിരിക്കുന്നു എന്നല്ലേ. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ സമയമായിരിക്കുന്നു. നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ, അല്ലാതെ മടി പിടിച്ചിരിക്കരുത്, മനസ്സിലായോ? സക്സസ് വരണമെങ്കിൽ നിങ്ങൾ എന്താണ്, ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം, ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരിക, നേടിയെടുക്കാൻ ശ്രമിക്കുക. ഇവിടെ വിൻ വിൻ ഔട്ട്കം ഈസ് ഫോർകാസ്റ്റ്. നിങ്ങളിലേക്ക് ഒരു വലിയ വിജയം വരുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാനുള്ള സമയമായിരിക്കുന്നു. അതായത് ഏതെങ്കിലും കോടതി കേസുകൾ, ലീഗലായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അതിലൂടെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നു. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് സക്സസ്, ഒരുപാട് വിജയം നിങ്ങളിലേക്ക് വരാനുള്ള സമയമാണ്. വളരെ നല്ല സമയമാണ് ഇപ്പോൾ. ഫുൾ മൂൺ ഇൻ ലിബ്രയാണ്, തുലാമാസം. അപ്പോൾ ഇവിടെ എന്താണ്, സറണ്ടർ ടു ദ ഡിവൈൻ എന്ന് പറയുന്നുണ്ട്. ഏതൊരു കാര്യവും ഡിവൈനിൽ സറണ്ടർ ചെയ്യൂ. അതായത് ദൈവത്തിന് കീഴടങ്ങുക, ദൈവം എനിക്ക് തന്നോളും. ദൈവത്തിലുള്ള അമിതമായ വിശ്വാസമാണത്, മനസ്സിലായോ? എല്ലാം നമ്മൾ കീഴടങ്ങുക എന്ന് പറയുമ്പോൾ എന്താണ്, ആയുധം വെച്ച് കീഴടങ്ങുക. നമ്മളൊന്നുമല്ല, നമുക്കെല്ലാം തരുന്നത് ദൈവമാണ് എന്നുള്ള ആ ചിന്തയിൽ കഴിയുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണ് ഇവിടെ പറയുന്നത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള ഈഗോയെ കളയുക എന്നുള്ളതാണ്. അഹം എന്നുള്ള ഭാവം, മനസ്സിലായോ? അഹം എന്നുള്ള ഭാവമുണ്ട് എങ്കിൽ തന്നെയും എന്താണ്, അവിടെ പരാജയമേ വരൂ. തൽക്കാലത്തേക്ക് ചിലപ്പോൾ ചില വിജയങ്ങൾ ഉണ്ടാവാം, പക്ഷേ പിന്നീട് എന്താണ്, അവിടെ ശാശ്വതമായ ഒരു വിജയം അവിടെ ലഭിക്കില്ല, മനസ്സിലായോ? മറ്റുള്ളവർ എന്നെപ്പോലെ തന്നെ മനോഹരങ്ങളായ സോളുകളാണ്, ബ്യൂട്ടിഫുൾ സോളുകളാണ് ഇതെല്ലാം എനിക്ക് ചുറ്റുമുള്ളത് എന്നൊരു ചിന്തയുണ്ട് എങ്കിൽ അവിടെ ഒരിക്കലും ഈ ഈഗോയ്ക്ക് ഒരു പ്രസക്തിയും ഉണ്ടാവില്ല. ഈഗോ സ്വയം കളഞ്ഞ് മുന്നോട്ട് വരും, കറകളഞ്ഞ സ്വർണമായിട്ട് വരും, മനസ്സിലായോ? കറകളഞ്ഞ തങ്കം എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ള ആൾക്കാരാവും നിങ്ങൾ. അതുകൊണ്ട് ഈഗോ കളയൂ എന്നാണ് പറയുന്നത്. ഇവിടെ വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. ന്യൂ മൂൺ ഇൻ സ്കോർപ്പിയോ, ഇവിടെ ഫുൾ മൂൺ വന്നിട്ടുണ്ട്. ന്യൂ മൂൺ ഇൻ സ്കോർപ്പിയോ എന്ന് പറയുമ്പോഴെന്താണ്, ഇവിടെ നിങ്ങളുടെ ഫിയറിനെ കളയുക. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ, ഒരു കാര്യം പേടി വെച്ചിട്ട് ഒരു കാര്യത്തെ നിങ്ങൾക്ക് നേരിടാൻ പറ്റില്ല, മനസ്സിലായോ? പേടിയെ കളയേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ സ്വയം വിചാരിക്കണം, എൻ്റെ ഉള്ളിൽ പേടിയുണ്ട്, എന്തിനാണ് ഞാൻ പേടിക്കുന്നത്? എനിക്ക് വരാനുള്ളത് വരും, പിന്നെ ഞാൻ അതിനായിട്ട് എഫോർട്ട് എടുത്തിട്ടുണ്ട്, അപ്പോൾ പിന്നെ എനിക്കത് ലഭിക്കാതിരിക്കില്ല, മനസ്സിലായോ? അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം എനിക്കത് തരും, തരാതിരിക്കില്ല. യൂണിവേഴ്സിൽ ഞാൻ വിശ്വസിക്കുന്നു, യൂണിവേഴ്സ് എന്നെ നോക്കും, മനസ്സിലായി? യൂണിവേഴ്സ് എനിക്ക് വേണ്ടത് തരും, അതിനൊരു സമയമുണ്ട്. യൂണിവേഴ്സ് ഇന്ന് തരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് യൂണിവേഴ്സിൽ നിന്ന് അത് സ്വീകരിക്കാം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അതിനൊരു സമയമുണ്ട്. നിങ്ങളുടെ കർമ്മ ഒടുങ്ങണം, മനസ്സിലായോ? കർമ്മ എത്രമാത്രം ദൈർഘ്യമുണ്ടോ അത്രമാത്രം നിങ്ങളുടെ വിജയത്തിനും ദൈർഘ്യമുണ്ടായിരിക്കും. അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഫിയറിനെ മാറ്റിയെടുക്കൂ, അതിനായിട്ട് വർക്ക് ചെയ്യൂ എന്നാണ്.
അതിനെതിരെ, നിങ്ങളുടെ ഫിയറിനെതിരെ ആയിട്ട്, നിങ്ങളുടെ പേടിക്കെതിരെ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യൂ. സ്കോർപ്പിയോ ആണ്, വാട്ടർ സൈനാണ്. മനസ്സിലായി? വാട്ടർ സൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ടറിൽ നമ്മളൊരു കല്ല് എടുത്തിടുമ്പോൾ, ഒരു കപ്പിനകത്ത് ജലം എടുത്തിട്ട് അതിനകത്ത് ഒരു ശകലം ഒരു കല്ലെടുത്ത്, ചെറിയൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ എന്താണ് അവിടെ? ആ ജലത്തിനൊരു ചലനം ഉണ്ടാകും. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വാട്ടർ സൈൻകാരൊക്കെ എന്താ? സ്കോർപ്പിയോ ആണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഇമോഷൻസാണ്. ഇത്തിരി കാര്യം കേട്ടാൽ മതി അവർക്ക് ഒരുപാട് പേടിച്ചിരിക്കും. അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കും, ഒരുപാട് ടെൻഷൻ അടിക്കും. മനസ്സിലായോ? അതാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് അത്ര വരില്ല. അപ്പോൾ ഇതാണ് വാട്ടർ സൈൻ വരുന്നതെല്ലാം എന്താണ്? ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരാതെ, നിങ്ങളുടെ ഉള്ളിൽ പേടി നിറയ്ക്കാതെ നിങ്ങൾ മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത് ഇവിടെ. നമുക്ക് ഇനി ഭഗവാന്റെ ഇതാണ് ലെറ്റിംഗ് ഗോയാണ് ഇവിടെ ഭഗവാൻ. ഞാൻ അബണ്ടൻസ് കാർഡാണ് എടുത്തിരിക്കുന്നത്, ഡിവൈൻ അബണ്ടൻസ് കാർഡാണ് ഇത്. നമ്മുടെ ശിവഭഗവാൻ പറയുന്നതാണ് എന്താണ്? ലെറ്റിംഗ് ഗോ. ശിവഭഗവാൻ പറയുന്നത് എന്താണ്? ലെറ്റിംഗ് ഗോയാണ്. അതായത് വിട്ടുകളയൂ എന്നാണ് പറയുന്നത്. എന്തിനെ ആവശ്യമില്ലാത്തതിനെയൊക്കെ ഉപേക്ഷിക്കുക, അതാണ് പറയുന്നത്. എവറിത്തിങ് ഈസ് ഇൻഡീഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആൻഡ് ഗോഡ് വിൽ ഹോൾഡ് ഇറ്റ് ആൾ. ഐ ക്യാൻ സേഫ്ലി ലെറ്റ് ഗോ. കണ്ടില്ലേ? എവരിതിങ് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് അതീതമാണ്. എല്ലാം ദൈവം നിയന്ത്രിച്ച് വെച്ചിരിക്കുന്നു. നമ്മളുടേതായ എല്ലാ കാര്യങ്ങളും എന്താണ്? ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് അതീതമാണ്. മനസ്സിലായോ? അതീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് ദൈവം നിയന്ത്രിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് വെച്ചിരിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ഇവിടെ ആൻഡ് ഗോഡ് വിൽ ഹോൾഡ് ഇറ്റ് ആൾ. ദൈവം എല്ലാം ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഡിവൈൻ ഹോൾഡ് ചെയ്തിരിക്കുന്നു എല്ലാ കാര്യങ്ങളും. ഐ ക്യാൻ സേഫ്ലി ലെറ്റ് ഗോ. എനിക്ക് എന്താണ്? സേഫായിട്ട്, വളരെ സുരക്ഷിതമായിട്ട് തന്നെ എനിക്ക് ലെറ്റ് ഗോ ചെയ്യാൻ കഴിയും. അതാണ് പറയുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്യൂ. ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും ലെറ്റ് ഗോ ചെയ്യൂ എന്നാണ്. വിട്ടുകളയൂ എന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളെയും, ഒരു ശകലം പോലും റിലേഷൻഷിപ്പിൽ ടോക്സിക് ആണോ അത് വിട്ടുകളയാം. ആവശ്യമില്ലാത്ത ഒരാളിൻ്റെ കൂടെ കൂടിയിട്ട് നമുക്ക് നെഗറ്റീവ് അടിച്ച് ഉള്ള കാലം മുഴുവൻ കരഞ്ഞ് കണ്ണീരൊഴുക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ലെറ്റ് ഗോ ചെയ്യാം. മനസ്സിലായോ? വിട്ടുകളയാം, അവരെ ഉപേക്ഷിക്കാം. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മോശമായവർ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് എപ്പോഴും അവർ ദുഃഖങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവരെ വിട്ടുകളയാം. അവർ ടോക്സിക് ആണെങ്കിൽ അവരെ തീർച്ചയായിട്ടും അവരെ ഉപേക്ഷിക്കുക. ഏതൊരു കാര്യത്തിലായാലും, ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലോ അത്തരം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ, നിങ്ങൾക്കത് വിട്ടുകളയാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് സ്വതന്ത്രരാവാം. സ്വതന്ത്രരായിട്ട് മുന്നോട്ട് വരൂ, സ്വാതന്ത്ര്യം നേടി മുന്നോട്ട് വരൂ. അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും ലെറ്റ് ഗോ ചെയ്യൂ. എല്ലാം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല സമയം വരുമ്പോൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ദൈവമാണ്, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും. നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.